ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബേക്കറി സ്റ്റൈൽ ബട്ടർ കേക്കാണ്. ഓവനൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിലാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിന് മുകളിലായിട്ട് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ളു ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ ഒന്ന് അരിച്ചതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ബേക്കിംഗ് പൗഡറും ഉപ്പും മൈദയുടെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 250 ml കപ്പിൽ 1/2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുത്ത പാലിലേക്ക് 50 ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ബട്ടർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല തിളച്ച പാലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് വന്നോളും. ഇതിപ്പോൾ ബട്ടറെല്ലാം മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറുള്ള മുട്ട വേണം എടുക്കാനായിട്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതി. ഇതുപോലെ നന്നായിട്ടൊന്ന് പതഞ്ഞ് പൊങ്ങി വരുന്നത് വരെ വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കരുത്, കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു കേക്കിന് കറക്റ്റ് മധുരമാണ്. അപ്പോൾ അത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ച് ചേർത്താൽ മതി. ഇപ്പോൾ പഞ്ചസാര മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ വാനില എസൻസും 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. ബേക്കറിയിലേക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ പൈനാപ്പിൾ എസൻസും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യമേ അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതായത് മൈദയും ബേക്കിംഗ് പൗഡറും അരിച്ച് വെച്ചത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. 2-3 തവണയായിട്ട് വേണം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ മൈദ എല്ലാം മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പാലും ബട്ടറും കൂടി മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ചൂടാറിയ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഈ ഒരു ബട്ടർ കേക്കിന് ചൂടോടുകൂടി തന്നെ വേണം പാൽ ഒഴിച്ചു കൊടുക്കാൻ. അതുപോലെ തന്നെ പാലിൻ്റെ അളവിൽ മാറ്റം വരരുത്. നമ്മൾ പറഞ്ഞിരിക്കുന്ന അളവിൽ തന്നെ വേണം പാൽ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ കേക്ക് ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഓയിലൊക്കെ തടവി ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കേക്ക് ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്ക്വയർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി ഞാനിവിടെ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തൊരു പാനിലേക്ക് ഒരു റിങ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കേക്ക് ടിൻ ഇറക്കി വെച്ച് മൂടി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് 45 മിനിറ്റ് ആയപ്പോൾ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ചൂടാറാനായിട്ട് പുറത്ത് വെച്ചതിന് ശേഷം ചൂടാറി കഴിയുമ്പോൾ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് വിടിയിച്ചെടുക്കാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കണം. ഇനി ഇതിലെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാൻ. കണ്ടോ, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ ഇത്. നമ്മളിതിലേക്ക് ചൂട് പാലൊഴിച്ചത് കൊണ്ട് തന്നെ സാധാരണ കേക്കിനേക്കാൾ കൂടുതൽ സോഫ്റ്റ് ആയിരിക്കും ഈ ഒരു കേക്ക്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി ബട്ടർ കേക്കാണ് കേട്ടോ ഇത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ഇട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.